ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കുക. ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഈ കഴിഞ്ഞ 2024 ഡിസംബർ 20 മുതൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് വെറുതെ ഫൈനാൻസ് ചാർജായിട്ട് ആക്സിസ് ബാങ്കിന് കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നിരവധി ആളുകളാണ് ഇങ്ങനെ പെട്ടിരിക്കുന്നത്. കൂടുതൽ ആളുകളും പോയി പെടുന്നത് യൂട്ടിലിറ്റി ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴാണ്. നമ്മളൊക്കെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ്, ഗ്യാസ് ബിൽ പേയ്മെൻറ്റ്, DTH റീചാർജ്, മൊബൈൽ റീചാർജുകൾ അങ്ങനെയുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. മുൻപ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ചാർജോ കാര്യങ്ങളോ ഒന്നും അതുമായി ബന്ധപ്പെട്ടില്ലായിരുന്നു. ഇപ്പോൾ ഡിസംബർ 20 മുതൽ ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളാണെങ്കിൽ നമുക്കൊരു ബില്ലിംഗ് സൈക്കിളിൽ മാക്സിമം നടത്തുവാൻ സാധിക്കുന്ന ഒരു എമൗണ്ടിന് ഒരു ക്യാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. 25,000 രൂപ വരെ പ്രത്യേകിച്ച് എക്സ്ട്രാ ചാർജ് ഒന്നും ഇല്ലാതെ നമുക്ക് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു ബില്ലിംഗ് സൈക്കിളിൽ നമ്മളുടെ യൂട്ടിലിറ്റി കാറ്റഗറിയിലുള്ള ഫുൾ ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 25,000 രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫുൾ എമൗണ്ടിൻ്റെ 1% പ്ലസ് GST ഒരു ട്രാൻസാക്ഷൻ ചാർജായിട്ട് ആക്സിസ് ബാങ്ക് ഈടാക്കുന്നുണ്ട്. 2024 ഡിസംബർ 20 മുതലാണ് ഇങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. അന്ന് നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ അത് അറിയാതെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നവരാണ് ഇപ്പോൾ നിലവിൽ ഇതിൽ പോയി പെടുന്നത്. ഈ ഒരു കണ്ടീഷനൊന്നും മനസ്സിലാക്കാതെ വലിയ എമൗണ്ടിൻ്റെയൊക്കെ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട് പലർക്കും യൂട്ടിലിറ്റി ഫീസായിട്ട് ആക്സിസ് ബാങ്ക് ഈടാക്കിയിട്ടുണ്ട്. അത് റീഫണ്ട് ചെയ്തൊന്നും നമുക്ക് കിട്ടുകയില്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബില്ലിംഗ് സൈക്കിളിൽ യൂട്ടിലിറ്റി കാറ്റഗറിയിലെ നിങ്ങളുടെ ടോട്ടൽ സ്പെൻഡ് എന്ന് പറയുന്നത് 25,000 രൂപയിൽ താഴെയാണെങ്കിൽ പ്രത്യേകിച്ച് എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല. ഇനി 25,000 രൂപയാണെങ്കിലും പ്രത്യേകിച്ച് ചാർജ് ഇല്ല. അതേസമയം 25,000 രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് 25,001 രൂപ വന്നാൽ തന്നെ ആ ഒരു ഫുൾ എമൗണ്ടിൻ്റെ 1% പ്ലസ് GST യൂട്ടിലിറ്റി ഫീസായിട്ട് ആക്സിസ് ബാങ്ക് ഈടാക്കും. ഇപ്പോൾ ഒരു ബില്ലിംഗ് സൈക്കിളിലെ ടോട്ടൽ യൂട്ടിലിറ്റി കാറ്റഗറി പേയ്മെന്റ് എന്ന് പറയുന്നത് 25,001 രൂപ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ 1% പ്ലസ് GST ആയ 295 രൂപ യൂട്ടിലിറ്റി ഫീസായിട്ട് ആക്സിസ് ബാങ്ക് ഈടാക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ എമൗണ്ടിൻ്റെ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒരു ബില്ലിംഗ് സൈക്കിളിൽ വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ 50,000 രൂപയാണ് നിങ്ങൾ ഒരു മാസം യൂട്ടിലിറ്റി കാറ്റഗറിയിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ 1% പ്ലസ് GST ആയ 590 രൂപ പ്ലസ് GST ആക്സിസ് ബാങ്ക് ഈടാക്കും. സോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി മുതൽ നിങ്ങളുടെ ആക്സിസ് ബാങ്കിൻ്റെ റീറ്റെയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ബില്ലിംഗ് സൈക്കിളിൽ 25,000 രൂപയിൽ താഴെയായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ളൊരു യൂട്ടിലിറ്റി ഫീസ് ആക്സിസ് ബാങ്കിന് നൽകേണ്ടതായി വരും. ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ കാര്യമല്ല ഇത്, ഒരു ബില്ലിംഗ് സൈക്കിളിലെ ടോട്ടൽ ട്രാൻസാക്ഷൻ, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ടോട്ടൽ ട്രാൻസാക്ഷൻ. ഉദാഹരണമായിട്ട് നിങ്ങൾ 15,000 രൂപയുടെ ഇലക്ട്രിസിറ്റി ബിൽ അടച്ചു, ഒരു 5,000 രൂപ വാട്ടർ ബിൽ അടച്ചു, ഒരു 3,000 രൂപ ഗ്യാസ് ബിൽ അടച്ചു. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചായിരിക്കും കൗണ്ട് ചെയ്യുക. ഈ ഒരു യൂട്ടിലിറ്റി കാറ്റഗറിയിൽ വരുന്ന എല്ലാ ട്രാൻസാക്ഷനും ഒരുമിച്ചായിരിക്കും കൗണ്ട് ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫ്യൂൽ പേയ്മെന്റ് ചെയ്യുന്നവരാണ്. ഫ്യൂൽ പേയ്മെന്റിന്റെ കാര്യത്തിലും ഈ രീതിയിലുള്ള ഒരു ഫീസ് ആക്സിസ് ബാങ്ക് ഡിസംബർ 20 മുതൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബില്ലിംഗ് സൈക്കിളിലെ ടോട്ടൽ ഫ്യൂൽ പേയ്മെന്റ് എന്ന് പറയുന്നത് 50,000 രൂപ വരെ ആയിരിക്കണം. 50,000 രൂപക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ 1% പ്ലസ് GST ഫ്യൂൽ ഫീസായിട്ട് ഈടാക്കും. ഇത് അത്യാവശ്യം ഒരു ഡീസൻ്റ് ആണ്. കാരണം 50,000 രൂപ എന്നൊക്കെ പറയുന്നത് നോർമൽ ഒരു യൂസർ അത്ര ഒന്നും ഫ്യൂൽ അടിക്കാറില്ല ഒരു മാസം എന്ന് പറയുന്നത്. അപ്പോൾ അത് റീസണബിൾ ആണ്. അതേസമയം യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റിന്റെ കാര്യത്തിൽ അത് അക്സെപ്റ്റബിൾ അല്ല. വലിയ എമൗണ്ടൊക്കെ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് വരുന്ന നിരവധി ആളുകളുണ്ട്. അപ്പോൾ ഫ്യൂൽ പേയ്മെന്റിന്റെ കേസിൽ ഒരു ബില്ലിംഗ് സൈക്കിളിൽ 50,000 രൂപ വരെ പ്രത്യേകിച്ച് എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല. നോർമലി വരുന്ന ഫ്യൂൽ സർചാർജ് മാത്രമേ ഉള്ളൂ, അത് ആപ്ലിക്കബിൾ ആണെങ്കിൽ. എന്നാൽ 50,000 രൂപക്ക് മുകളിൽ 50,001 രൂപ വന്നു കഴിഞ്ഞാൽ തന്നെ ആ ടോട്ടൽ എമൗണ്ടിന്റെ 1% പ്ലസ് GST ഫ്യൂൽ ഫീസായിട്ട് ഈടാക്കും. പിന്നെ വന്നിരിക്കുന്ന മറ്റൊരു ചേഞ്ച് ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാലറ്റ് ലോഡ് ചെയ്യുമ്പോൾ ഒരു ചാർജാണ്. ഒരു ബില്ലിംഗ് സൈക്കിളിലെ ടോട്ടൽ വാലറ്റ് ലോഡ് എമൗണ്ട് എന്ന് പറയുന്നത് 10,000 രൂപ വരെ ആണെങ്കിൽ പ്രത്യേകിച്ച് എക്സ്ട്രാ ചാർജ് ഒന്നും വരുന്നില്ല. ഓൾറെഡി നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിന്റെ വാലറ്റാണ് ഉപയോഗിക്കുന്നത് ആ ഒരു പ്ലാറ്റ്ഫോം ഓൾറെഡി ഒരു എമൗണ്ട് കട്ട് ചെയ്യും. അപ്പോൾ അതൊഴികെ പ്രത്യേകിച്ച് എക്സ്ട്രാ ചാർജ് ഒന്നും വരുന്നില്ല. അതേസമയം ഒരു ബില്ലിംഗ് സൈക്കിളിൽ നമ്മളുടെ ടോട്ടൽ വാലറ്റ് ലോഡിംഗ് എന്ന് പറയുന്നത് 10,000 രൂപക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂവർ, അതായത് ആക്സിസ് ബാങ്ക് 1% പ്ലസ് GST ഒരു വാലറ്റ് ലോഡിംഗ് ചാർജ് ആയിട്ട് ഈടാക്കും. അത് പ്ലാറ്റ്ഫോം ഈടാക്കുന്ന ചാർജിന് പുറമെ വരുന്ന എക്സ്ട്രാ ചാർജ് ആണ്. പിന്നെ വന്നിരിക്കുന്ന ചേഞ്ച് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള റെന്റ് പേയ്മെന്റിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പേയ്മെന്റിന്റെ കാര്യത്തിലുമാണ്. പലരും ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുക്കാനൊക്കെ ആയിട്ട് ഇത്തരം ഓപ്ഷനുകൾ മിസ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക. ഡിസംബർ 20 മുതൽ ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിൽ പുതിയൊരു ചാർജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ റെന്റ് പേയ്മെന്റ് ആണെങ്കിൽ എത്ര ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ എത്ര വലിയ എമൗണ്ട് ആയിക്കോട്ടെ ട്രാൻസാക്ഷൻ എമൗണ്ടിന്റെ 1% പ്ലസ് GST റെന്റ് ഫീസായിട്ട് ആക്സിസ് ബാങ്ക് ഈടാക്കും. ഓൾറെഡി പ്ലാറ്റ്ഫോം ഈടാക്കുന്ന ചാർജിന് പുറമെ വരുന്ന ചാർജാണ്. ഉദാഹരണമായിട്ട് റെന്റ് പേയ്മെന്റ് ഓപ്ഷൻ വഴി നിങ്ങൾ 2 ലക്ഷം രൂപയാണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ 2,000 രൂപ പ്ലസ് GST ഈ ഒരു ഫീസായിട്ട് ആക്സിസ് ബാങ്ക് ഈടാക്കും. അത് ആദ്യം പറഞ്ഞ രീതിയിൽ പ്ലാറ്റ്ഫോം ഈടാക്കുന്ന ചാർജിന് പുറമെ വരുന്ന എക്സ്ട്രാ ചാർജാണ്. അപ്പോൾ അതൊരു വലിയ നഷ്ടമായിട്ട് മാറും. പിന്നെ എഡ്യൂക്കേഷണൽ പേയ്മെന്റ് ആണെങ്കിലും സെയിം ആണ്. നിങ്ങൾ തേർഡ് പാർട്ടി ആപ്പുകൾ വഴി എഡ്യൂക്കേഷണൽ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ട്രാൻസാക്ഷൻ എമൗണ്ടിന്റെ 1% പ്ലസ് GST എഡ്യൂക്കേഷണൽ ട്രാൻസാക്ഷൻ ഫീസായിട്ട് ആക്സിസ് ബാങ്ക് ഡിസംബർ 20 മുതൽ ഈടാക്കി തുടങ്ങിയിട്ടുണ്ട്. സോ ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെന്റ് പേയ്മെന്റ് ചെയ്യുന്നവരും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പേയ്മെന്റ് ചെയ്യുന്നവരും സൂക്ഷിക്കുക. ഈ രീതിയിൽ ഡിസംബർ 20 മുതൽ അഡീഷണൽ ചാർജും കാര്യങ്ങളൊക്കെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി
വീഡിയോയിലേക്ക് കടക്കുന്ന വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ. ലിങ്ക് ഇൻ ബിലോ.